ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് റെസൊല്യൂഷൻ ഫോഴ്സ്. അഡീഷൻ എന്തായിരുന്നോ അതിൻ്റെ നേരെ റിവേഴ്സ് പരിപാടിയാണ് നമ്മൾ റെസൊല്യൂഷൻ ഫോഴ്സിൽ പഠിക്കുന്നത്. അപ്പോൾ സിംപ്ലി ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ഫോഴ്സസ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻസ്. നമുക്കിതിനകത്ത് റെക്റ്റാങ്കുലർ ഫോഴ്സ് റെസൊല്യൂഷൻ മാത്രമേ പഠിക്കാവുള്ളൂ. റെക്റ്റാങ്കുലർ ഫോഴ്സ് റെസൊല്യൂഷൻ. അപ്പോൾ ആ ഒരു വാക്കുകൂടെ വരുമ്പോൾ ഡെഫിനേഷൻ ഒന്നുകൂടെ മാറ്റി പറയാം. റെക്റ്റാങ്കിൾ ഫോഴ്സ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ഫോഴ്സ് ഇൻ ടു ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫോഴ്സ് എഫ് എടുക്കുകയാണെങ്കിൽ അതിനെ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഐ ക്യാൻ സേ ലൈക്ക് ദിസ്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനൊരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും ഇങ്ങനൊരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ട് പറയാം. നിർബന്ധമില്ല ഇങ്ങനൊരു ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് വേണേൽ നമുക്ക് ഇങ്ങനെ ആക്കാം കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനൊരു ഫോഴ്സും ഇങ്ങനൊരു ഫോഴ്സും. ദ റിക്വയർമെൻറ്റ് ഈസ് നമ്മൾ റിസോൾവ് ചെയ്യുന്ന ഈ രണ്ട് കമ്പോണൻസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവിടെ ഈ ഫോഴ്സ് റിസോൾവ് ചെയ്തും ഈ രണ്ട് റെഡ് ആരോസ് തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇവിടെ റെഡ് കളറിന് റിസോൾവ് ചെയ്ത് ഈ രണ്ട് ബ്ലൂ ആരോസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ. ദാറ്റ്സ് എ റിക്വയർമെൻറ്റ്. ക്ലിയർ? അല്ലാതെ എപ്പോഴും ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ നിൽക്കാൻ നിർബന്ധമൊന്നുമില്ല. എന്നാൽ കൂടുതലും പ്രോബ്ലം നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ചെയ്തുകൊണ്ട് എപ്പോഴും എക്സിനും വൈയിലോട്ടും ആയിട്ടായിരിക്കും റിസോൾവ് ചെയ്യുക. എളുപ്പമാണ്. അപ്പോൾ ഇത്ര കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻ ഒരു കേസിലേക്ക് പോകാം. അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ട്രിഗണോമെട്രിയിലെ കുറച്ച് റിലേഷൻ ഒന്ന് മനസ്സിലാക്കണം. ഇതാ ഞാനിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണ്. സോ ട്രയാങ്കിൾ ഈസ് എ ബി സി. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലാർജസ്റ്റ് എ സി എന്ന് പറഞ്ഞ സൈഡിനെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കും. ഇനി മറ്റേ സൈഡിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സായിട്ട് വിളിക്കുക. അടുത്ത് ആംഗിൾ തീറ്റയ്ക്ക് അനുസരിച്ചാണ് ഇനി ബി സിയും എ ബിയും നമ്മൾ പേര് വിളിക്കുക. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ബി സി. അതുകൊണ്ട് അതിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദാറ്റ് ആംഗിൾ എന്ന് വിളിക്കും. ഓക്കെ, ഈ തീറ്റയ്ക്ക് സമീപമായിട്ട് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്നതാണ് എ ബി. അതുകൊണ്ട് ഇതിനെ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ റിലേഷൻ എഴുതാം. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എ ബി ആണ്, ഡിവൈഡ് ബൈ എ സി വരും. ഓക്കെ, ഇനി സൈൻ തീറ്റ എന്നുള്ള റിലേഷൻ വരാം. സൈൻ തീറ്റ ഇസ് ഡിഫൈൻഡ് ആസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് വരും. ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ എന്താ വരിക? ബി സി. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ എ സി വരും. ഇനി ഒരു ആംഗിളിൻ്റെ റിലേഷൻ കൂടെ അത്യാവശ്യം അറിഞ്ഞിരിക്കുക. ടാൻ തീറ്റ. ടാൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ബി സി ബൈ എ ബി കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ ഈ റിലേഷൻ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ആംഗിൾ അറിയാം. ഇനി എ സിയും കൂടെ അറിയാമെങ്കിൽ എ ബി കണ്ടുപിടിച്ചൂടെ? അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിളും അറിയാം, നമുക്ക് ഹൈപ്പോട്ടന്യൂസും അറിയാം. അങ്ങനെയാണ് എ ബി കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ സൈൻ തീറ്റ നോക്കുകയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസും സൈൻ തീറ്റ വാല്യൂ അല്ലെങ്കിൽ തീറ്റ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ബി സി കണ്ടുപിടിക്കാം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? അപ്പോൾ ഈ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുമെന്ന് ഉറപ്പായല്ലോ ആണ്. അപ്പോൾ ഇതേ മെത്തേഡ് നമ്മളിവിടെ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഈ കേസ് പറയാണ്. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ഫോഴ്സ് എഫ് ഉണ്ട്. ഇതിനെ ഞാനൊരു ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരച്ച് ഇവിടെ ഒരു ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലെങ്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും കറസ്പോണ്ടിങ് എൻ്റെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക, നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ലെങ്ത് ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ആംഗിൾ തീറ്റ എടുക്കുകയാണെങ്കിൽ ഇതിനെ ഞാൻ എഫ് വി എന്ന് വിളിക്കാം, വെർട്ടിക്കൽ ഫോഴ്സ്. ഈ സൈഡിനെ എഫ് എച്ച് എന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ അവിടെ സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ എന്ത് കിട്ടണം? ഹൈപ്പോട്ടന്യൂസ് കിട്ടണം. ക്ലിയർ? ഓക്കെ, ഞാൻ വെക്ടർ സൈനൊക്കെ ഒഴിവാക്കുകയാണ്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ എഫ് ഇ ഡിവൈഡ് ബൈ എഫ് എടുക്കുകയാണ്. ഇപ്പോഴാണ് കറക്റ്റ് വരിക. ശരി, അപ്പോൾ എഫ് ഈസ് ഈക്വൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എഫ് ഇൻറ്റു സൈൻ തീറ്റ കിട്ടി അല്ലേ? ഇനി എഫ് എച്ച് ഇതേപോലെ നമുക്ക് ഹൊറിസോണ്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ അത് കണക്ട് ചെയ്യാനുള്ള റിലേഷൻ കോസ് തീറ്റ എടുക്കാം. എഫ് എച്ച് ഡിവൈഡ് ബൈ എഫ് എടുക്കാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എഫ് എച്ച് ഈസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് അവരുടെ കമ്പോണൻറ്റ്. അപ്പോൾ നമ്മൾ തന്നെ വിളിക്കുന്ന പേര് വെർട്ടിക്കൽ കമ്പോണൻറ്റ് വിൽ ബി കമ്പോണൻറ്റ് എഫ് വി ഈക്വൽ ടു എഫ് സൈൻ തീറ്റ. ഇങ്ങനെ കാണാൻ പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഈ ആംഗിൾ അനുസരിച്ചേ വരത്തുള്ളൂ. ആംഗിൾ മാറിയിരുന്നെങ്കിൽ വേറെ വാല്യൂ എന്ന് പറയാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത് എഫ് എച്ച് ആണ്. ദാറ്റ് ഈസ് എഫിൻ്റെ കോസ് തീറ്റ ആയി.
ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണ്. എൻ്റെ കയ്യിൽ ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്. That have an angle theta or 30 degree with the horizontal. നമുക്ക് എന്തെങ്കിലും കമ്പോണൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ കമ്പോണൻസ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് ഇവിടെ തീറ്റയാണ്, അങ്ങനെയാണ് ഞാൻ ഒരു ട്രയാങ്കിൾ ഇവിടെ അങ്ങ് വരയ്ക്കും. അപ്പോൾ ഇതായിരിക്കും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇത് സെയിം തന്നെ ഇവിടെയും വരുന്നുണ്ട്. എഫ് നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ഞാൻ sin 30 എടുക്കുകയാണ്. sin 30 ഈസ് ഈക്വൽ ടു എഫ് വി ഡിവൈഡ് ബൈ 100 വരും. അപ്പോൾ എഫ് ഇയുടെ വാല്യൂ 100 ഇൻറ്റു sin 30യുടെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് അടിച്ച് നോക്കിയാൽ മതി. 1/2 ആണ്, 50 ന്യൂട്ടൺ വരും. ഓക്കെ, ഇനി എഫ് എച്ച് എടുക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എഫ് കോസ് 30 എടുത്താൽ മതി. കോസ് 30 എടുത്താൽ സോ 100 ഇൻറ്റു കോസ് 30യുടെ വാല്യൂ √3/2 ആണ്. കാൽക്കുലേറ്റ് നോക്കിയാൽ 50 √3 എഴുതാം. ചിലപ്പോൾ ഡെസിമലായിട്ടേ വരത്തുള്ളൂ, √3 എഴുതി കാണിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഈ 100 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഒരു ഹൊറിസോണൽ കമ്പോണൻ്റ് ആയിട്ടുള്ള എഫ് എച്ചിൻ്റെയും എഫ് ഇയുടെയും പാർട്ടായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പാരലോഗ്രാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന 50 √3 ന്യൂട്ടൻ്റെയും പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന 50 ന്യൂട്ടൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച് 100 ന്യൂട്ടൺ. അപ്പോൾ ട്രയാങ്കിൾ പാരലോഗ്രാമിലോ വെക്ടർ അഡിഷൻ ആണ് ഈ പറഞ്ഞത്. ആ റിവേഴ്സ് പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ആ തീറ്റ എപ്പോഴും അങ്ങനെ കാണാൻ പഠിച്ചു വെക്കരുത്. എഫ് കോസ് തീറ്റ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലും എഫ് സൈൻ തീറ്റ വെർട്ടിക്കലാണെന്ന് പഠിച്ചു വെക്കുക. കാര്യം ചിലപ്പോൾ ആംഗിൾ മാറാം കേട്ടോ. ഇങ്ങനൊരു കേസിൽ വന്നിട്ട് ഫോഴ്സ് തന്നിട്ട് ഈ ആംഗിളാണ് തന്നെന്ന് വിചാരിച്ചു, കഥ മാറി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഈ തീറ്റ ഇവിടെ വരുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കാര്യം ഇത് രണ്ടും പാരലൽ വെർട്ടിക്കൽ ലൈൻസ് ആണ്. സോ ഈ ലൈനിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ സെയിം വരും. അപ്പോൾ ഇത് എഫ് ആണെങ്കിൽ ഞാനിവിടെ ഇത് എഫ് എച്ച് എടുക്കുക, ഇവിടെ എഫ് ഇ എടുക്കുക. അപ്പോൾ ഞാൻ സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ കാര്യം മതി. സൈൻ തീറ്റ ഈക്വൽ ടു ഹൊറിസോണ്ടൽ എഫ് എച്ച് ഓപ്പോസിറ്റ് സൈഡ് ഇതല്ലേ, എഫ് എച്ച് ബൈ എഫ് വരും. അപ്പോൾ എഫ് എച്ച് ഈക്വൽ ടു എഫ് സൈൻ തീറ്റ കിട്ടും. പക്ഷേ ഇവിടെ നോക്കി എഫ് കോസ് തീറ്റ. അപ്പോൾ അതാണ് പറഞ്ഞത്, അങ്ങനെ കാണാൻ പഠിച്ചു വെക്കേണ്ടത്. എപ്പോഴായാലും നിങ്ങൾ ഇതേപോലെ വരച്ച് ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിളിൽ നിന്ന് സൈൻ്റെയും കോസിൻ്റെയും റിലേഷൻ എഴുതുക. ദെൻ യു ഫൈൻഡ് ദ കമ്പോണൻറ്റ്. ഓക്കെ, ഇത്രയും കൂടെ പറയുകയാണ്. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറയുകയാണ്. ഇതാ ഇതിനെ ഫൈനലൈസ് ചെയ്തതും ഇങ്ങനെയാണ്. ഫൈനൽ വെക്ടർ എഫ് എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് എഫ് എച്ച് ഐ ക്യാപ്പിലായിട്ടും എഫ് വി ജെ ക്യാപ്പിലായിട്ട് എഴുതാൻ പറ്റും. ഐയും ജെയും യൂണിറ്റ് വെക്ടറാണ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ശരി. ഇനി എഫ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് √(f(h)² പ്ലസ് എഫ് ഇ സ്ക്വയർ എന്നും എടുക്കാൻ പറ്റും. ക്ലിയർ? കാരണം എഫ് എച്ച് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ ആണെങ്കിൽ ദ ഹോൾ സ്ക്വയർ പ്ലസ് എഫ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ വരും. ഇപ്പോൾ എഫ് സ്ക്വയർ വെളിയിലെടുത്ത് എഫ് വരും. റൂട്ടിനകത്ത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് എഫ് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഈ റിലേഷൻ വാലിഡ് ആയിട്ടുള്ളത്. സോ രണ്ട് ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ ഈ കാര്യം എഫ് ഈക്വൽ ടു (f(h)² പ്ലസ് എഫ് ഇ സ്ക്വയറും അതേപോലെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചാണ്. അപ്പോൾ അതിന് അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങൾ സ്കൂൾ ടൈമിൽ പഠിച്ചിട്ടുള്ള ഈ റിലേഷൻ, ട്രിഗണോമെട്രിക് റിലേഷനാണ് പഠിച്ചിരിക്കുന്നത്.